നമസ്കാരം. പിണറായി വിളമ്പുന്ന പട്ടിക്കാട്ടവും മുന്തിരിക്കൊത്താണെന്ന് ധരിച്ച് വിഴുങ്ങുന്ന അടിമ സഖാക്കളൊക്കെ അമേരിക്കൻ സാമ്രാജ്യത്വം എന്ന് കേട്ട് ഉണർന്നിരിക്കുകയാണ്. പാർട്ടി ഭരണത്തിൽ കയറിയതിൽ പിന്നെ ഡിവൈഎഫ്ഐക്കാർക്ക് സ്വസ്ഥം വിശ്രമവും PR വർക്കുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യൂത്ത് കോൺഗ്രസുകളുടെ തലമണ്ട തകർത്ത് കാരണഭൂതത്തിന് വഴിയൊരുക്കുന്നതായിരുന്നു കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ചെയ്ത ഏക വിപ്ലവം. ഉണ്ടു നിറയുമ്പോൾ ഒന്ന് കിടക്കണമെന്ന് തോന്നും, തണല് കാണുമ്പോൾ ഒന്ന് ഉറങ്ങണമെന്ന് തോന്നും. ആ നേരം കൊണ്ട് വിപ്ലവം വന്നിട്ടങ്ങ് പോകും. അതുകൊണ്ടാണ് പറയുന്നത് സഖാക്കൾ വിശ്രമിക്കരുതെന്നും ഉറങ്ങരുതെന്നും. ഭരണം അവർക്ക് വല്ലാത്തൊരു തണൽ നൽകുന്നു. ഏറെ നാളിന് ശേഷമാണ് സാമ്രാജ്യത്വത്തിനെതിരെ ചോര തിളയ്ക്കുന്ന പ്രക്ഷോഭങ്ങളുമായി CPM-ഉം DYFI-യും രംഗത്തിറങ്ങിയിരിക്കുന്നത്. പുറത്തുശ്ശേരി ലോക്കൽ കമ്മിറ്റി മുതൽ ഓച്ചന്തുരുത്ത് ബ്രാഞ്ച് കമ്മിറ്റി വരെയും പിണറായി വിജയൻ വരെയും ട്രംപിനെ വിളിക്കുന്നത് തെമ്മാടി എന്നാണ്. ലോക്കൽ സഖാക്കൾ അറിവില്ലായ്മ കൊണ്ട് വിളിക്കുന്നത് പോകട്ടെ എന്ന് വയ്ക്കാം. അവർ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്നവരല്ല. തെമ്മാടിയെന്നും കാടനെന്നും അമേരിക്കയെ വിളിച്ചിട്ട് പിണറായി നാളെയും ചികിത്സയ്ക്ക് പോകേണ്ടത് അങ്ങോട്ടാണെന്ന് ഓർക്കണം. രാവണപ്രഭു സിനിമയിലെ മുണ്ടയ്ക്കൽ ശേഖരൻ വാര്യരുടെ മുമ്പിൽ വെച്ചല്ലേ ഇവൾക്കിവിടെ ചികിത്സയില്ലെന്ന് പറഞ്ഞ് പാവം ഭാനുമതിയെ വീൽചെയർ അടക്കം തൊഴിച്ചു പറത്തിയത്. ഞാൻ ആശുപത്രി പണിത് നിന്നെപ്പോലെയുള്ളവരെ ചികിത്സിക്കാനല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തൊഴിച്ചിറക്കിയത്. ഭാര്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മംഗലശ്ശേരി നീലകണ്ഠൻ പറഞ്ഞത് മാറി നിൽക്കടാ മുണ്ടയ്ക്കൽ ശേഖര എന്നായിരുന്നു. അമേരിക്കയിൽ ചികിത്സയ്ക്ക് ചെല്ലുന്ന പിണറായി വിജയനെ ട്രംപ് ഇതുപോലെ പിടിച്ചു തള്ളിയാൽ തടസ്സം പിടിക്കാനും വീഴാതെ കാക്കാനും ആരുമില്ലെന്ന കാര്യം ഓർക്കേണ്ടതുണ്ട്. ബന്ധുക്കളായ ചൈന പോലും പറയില്ല അമേരിക്കയോട് വഴിമാറട ട്രംപേ എന്ന്. പിണറായി വിജയൻ അമേരിക്കയെ തെമ്മാടി എന്ന് വിളിച്ചതോടെ സകല DYFI-ക്കാരും ട്രംപിനെതിരെ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. വെനസ്വേലൻ പ്രസിഡന്റ് മഡുറോക്കിന് പിന്തുണ പ്രഖ്യാപിച്ച് കിങ് ജോൺ ഉന്നിനെ കൂട്ടുപിടിച്ചാണ് സച്ചിൻ ദേവ് MLA പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എൻ്റെ സുഹൃത്തിനെ മോചിപ്പിക്കുക, അല്ലെങ്കിൽ ഈ അടിച്ചമർത്തൽ ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുമെന്നാണ് ഭീഷണി. അതാണ് സച്ചിൻ ദേവ് പോസ്റ്റാക്കിയിരിക്കുന്നത്. കിങ് ജോങ്ങിനോട് ഒന്ന് പറയണേ സഖാവേ, അമേരിക്കയിലേക്ക് മിസൈൽ വിടുമ്പോൾ ആ മയോ ക്ലിനിക്ക് ഒഴിവാക്കി വേണമെന്ന്. നമ്മുടെ സഖാവിന് നാളെയും അവിടെ ചികിത്സയ്ക്ക് പോകേണ്ടതാണ്. കേരളത്തിൽ നിന്നും ചെമ്പടയെ നയിച്ച് പിണറായി വിജയൻ വരുമെന്ന് കൂടി പറയൂ സച്ചിൻ സഖാവേ. അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം മേരൂട്ടിയെ വിളിച്ചുകൊണ്ട് വരുമെന്ന് കൂടി പറയൂ. പൂമരം സഖാവ് ട്രംപിനെ ആക്രമിക്കുന്നത് ആഗോള കൊള്ളക്കാരൻ എന്ന് വിളിച്ചുകൊണ്ടാണ്. ആഗോള അയ്യപ്പ സംഗമം നടത്തി അമ്പലക്കൊള്ള നടത്തുന്ന പിണറായി വിജയനും ശിങ്കിടികൾക്കും കൂടി ഈ പേരിടണം സഖാവേ. അയ്യപ്പൻ്റെയും മാളികപ്പുറത്തമ്മയുടെയും കാര്യത്തിൽ തീരുമാനമെടുത്ത ശേഷമാണ് പൂമരൻ സ്വരാജ് അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ ഇടപെടുന്നത്. ഭൂലോക വർഗീയ വിഷം വിളമ്പുന്ന വെള്ളാപ്പള്ളി നടേശനെ പറ്റി സഖാവിന് ഒന്നും പറയാനില്ല. ഉക്രൈനെ റഷ്യ ആക്രമിച്ചാൽ സഖാവിന് തിളപ്പ് വരില്ല. അമേരിക്ക വെനസ്വേലയെ ആക്രമിച്ചാലും ഇസ്രയേൽ ഗാസയിൽ തീ തുപ്പിയാലും സഖാവ് ഉണരുകയായി. ഈ സ്വരാജൊക്കെ ജീവിച്ചിരിക്കുന്നുവെന്ന് ലോകം അറിയണമെങ്കിൽ അമേരിക്ക ഇതുപോലെയുള്ള തെമ്മാടിത്തരങ്ങൾ കാണിക്കണം. ഈ വിഷയത്തിൽ ലോകമെല്ലാം കാത്തുനിന്നത് സ്വരാജിൻ്റെ പ്രതികരണത്തിനായിട്ടാണ്. നാളെ മുതൽ പിണറായി സഖാവ് അമേരിക്കയിൽ പോയി ചികിത്സിക്കരുത് എന്നുകൂടി പറയാനുള്ള കരുത്ത് ഈ പൂതലിച്ച പൂമരന് ഉണ്ടാകട്ടെ. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ മുസ്ലിം ഭീകരർ കൊല്ലുന്നത് പുള്ളിക്ക് പ്രശ്നമേ അല്ല. അവർ ചാവാൻ അർഹതപ്പെട്ടവരാണ്. കമ്മ്യൂണിസ്റ്റുകൾ ഭരണത്തിൽ കയറിടത്തെല്ലാം കൊള്ളയും മയക്കുമരുന്ന് കച്ചവടവും അരാജകത്വവുമാണല്ലോ സഖാവേ. അമേരിക്ക തെമ്മാടിത്തരം കാണിച്ചിട്ടും എന്തിനാണ് ഈ വെനസ്വേലക്കാർ അവിടെ കിടന്ന് അർമാദിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. കേരളത്തിൽ ജനിച്ച നമ്മളൊക്കെ അമേരിക്കൻ സാമ്രാജ്യത്വം തുലയട്ടെ എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി. സാമ്രാജ്യത്വം തുലയട്ടെ എന്ന് പറഞ്ഞിടത്തെല്ലാം കമ്മ്യൂണിസം തുലയുന്ന കാഴ്ചയാണ് കാണുന്നത്. കയ്യിൽ 10 കാശുള്ളവരെയും പൗരപ്രമുഖരെയും എടുത്ത് മടിയിലും തോളത്തും വയ്ക്കുന്നവരാണ് മുതലാളിത്തത്തെയും സാമ്രാജ്യത്വത്തെയും തകർക്കാനിറങ്ങിയിരിക്കുന്നത്. ഉഗ്രസഖാത്തികളായ മേരൂട്ടിയും പെട്രോൾ ദിവ്യയും അമേരിക്കയ്ക്കെതിരെ ആഹ്വാനം ചെയ്തിട്ടില്ല എന്നതാണ് അല്പം ആശ്വാസത്തിന് വക നൽകുന്നത്. മേരൂട്ടി ലോകത്തിന് പുതുവത്സരാശംസകൾ നേർന്നപ്പോൾ സതുദ്ദേശം ദിവ്യ കറുപ്പും ചുവപ്പും വേഷമണിഞ്ഞ് ഹൈവേയിൽ നിന്ന് മോഡലിംഗ് നടത്തുകയാണ്. എനിക്ക് കറുപ്പും ചുവപ്പും വലിയ ഇഷ്ടമാണത്രേ. ഈ പെട്രോൾ ദിവ്യ സതുദ്ദേശത്തോടെ ട്രംപിനെ പറ്റി 2 കാര്യം പറഞ്ഞിരുന്നെങ്കിൽ പിറ്റേന്ന് ട്രംപിനെ അതിനിഗൂഢ പ്രദേശമായ ഏരിയ 51-ൽ മരിച്ച നിലയിൽ കണ്ടെത്തുമായിരുന്നു. ശ്രീമതി ടീച്ചർ ഒന്നും മിണ്ടുന്നില്ലെങ്കിലും ശൈലജ ടീച്ചറിന് ട്രംപിനെ പറ്റി 2 പറയാതിരിക്കാൻ കഴിയില്ല. വയറ് നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ഭാഷ കൊണ്ട് അന്താക്ഷരി കളിക്കുന്ന ശൈലജ എന്തുകൊണ്ടാണ് അമേരിക്കയെ വിളിക്കാതിരുന്നത്? കോവിഡ് കാലത്തൊരാവശ്യം വന്നപ്പോൾ 500 മാസ്ക് തരാമോ എന്ന് ചോദിച്ച് വിളിച്ചവരല്ലേ അവർ. വിജയേട്ടനോട് പറയണം ആ കാടന്മാരുടെ നാട്ടിൽ ഇനി ജ്യേഷ്ഠൻ ചികിത്സയ്ക്ക് പോകരുതെന്ന്.
കമ്മ്യൂണിസ്റ്റുകളുടെയും വിഡ്ഢികളുടെയും സ്വർഗം പലപ്പോഴും ഒന്നാണല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ചിരി വരുന്നത്. മയക്കുമരുന്നാണ് ടീച്ചറെ അവിടുത്തെയും പ്രശ്നം. നമ്മുടെ നാട്ടിലെ അവസ്ഥയും കണ്ടിട്ടില്ലേ? വടകരയിലെ ചെമ്പടയെ സജ്ജമാക്കൂ ടീച്ചറെ. മാളിയേക്കൽ ഫാമിൽ ട്രംപിനെതിരെ പാട്ടുപാടട്ടെ. കൊല്ലത്തെ വാഴക്കുല ഡോക്ടർ ഭയങ്കര കലിപ്പിലാണ്. ഏരിയ കമ്മിറ്റിയെയും വിളിച്ചുകൊണ്ടാണ് തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത്. മനസ്സിലാകാത്തത് ഈ വെനസ്വേലയിലെ സഖാക്കളൊക്കെ എവിടെ പോയി എന്നാണ്. ഞങ്ങളുടെ ചങ്കായ നിക്കോളാസിനെ വിട്ടുതരൂ എന്ന് പറഞ്ഞ് അവിടുത്തെ കുട്ടി സഖാക്കളും മറ്റും തെരുവിൽ ഇറങ്ങേണ്ടതല്ലേ? മാപ്രാണത്തെയും കണ്ടശാങ്കടവിലെയും കുണ്ടന്നൂരിലെയും സഖാക്കൾക്കുള്ള തിളപ്പൊന്നും അവിടുത്തെ ജനങ്ങൾക്ക് ഇല്ലല്ലോ. തെക്കേ അമേരിക്കയിൽ ഒരുവിധം മര്യാദയ്ക്ക് കഴിഞ്ഞ രാജ്യമായിരുന്നു ഈ വെനസ്വേല. അതിനിടയിലേക്ക് ഹ്യൂഗോ ഷാവോസ് എന്ന വിപ്ലവകാരി പ്രസിഡന്റായി എത്തി. ദേശാഭിമാനിയും കൈരളിയുമൊക്കെ ഇവിടെ കിടന്ന് തലകുത്തി മറിയുകയായിരുന്നു സന്തോഷം കൊണ്ട്. സഖാക്കൾ നിലത്തെങ്ങുമായിരുന്നില്ല. ആ ഭരണത്തിൻ്റെ തുടർച്ചയായ കമ്മി ഭരണമാണ് ആ നാടിനെ ഈ നിലയിൽ എത്തിച്ചിട്ടുള്ളത്. സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റിയപ്പോൾ ബന്ദ് നടത്തിയവരാണ് നമ്മൾ. വെനസ്വേലയ്ക്ക് വേണ്ടി ഒരു ബന്ധോ ഹർത്താലോ ആഹ്വാനം ചെയ്തുകൂടെ സഖാക്കളെ?